ആദർശിൻ്റെ ഓഫീസിൽ പുതിയ ക്ലയൻറ്റുകളൊക്കെ വന്നു ഡിസൈൻ നോക്കാനായിട്ട്. അപ്പോൾ നയന വരച്ച എല്ലാ ഡിസൈൻസും കാണിച്ചു കൊടുക്കണേ. ക്ലയൻസിന് നല്ല ഇഷ്ടമാകും. അപ്പോൾ ഈ വരച്ച ആളെ കാണണമെന്ന് ക്ലയൻസ് പറയാണ്. എന്നാലേ അവർ സൈൻ ചെയ്യുള്ളൂ എന്ന് പറയും. അപ്പോൾ ആദർശ് പോയിട്ട് പവിത്ര, നീ നയനിനെ ഒന്ന് വിളിച്ചിട്ട് നയനൻ്റെ അടുത്തൊന്ന് വരാൻ പറയുമോ, അവർ വന്നാലേ ഇത് സൈൻ ചെയ്യുള്ളൂ എന്ന് ക്ലയൻസ് പറയണമെന്ന് പറയണം. അപ്പോൾ ആ ശരി സാർ, ഞാൻ വിളിക്കാമെന്ന് പറയണം. അങ്ങനെ നമ്മുടെ നയനനെ പവിത്ര വിളിക്കണം. അങ്ങനെ പവിത്ര നയനയെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട്, മേഡം ഒന്ന് ഇങ്ങോട്ട് വരുമോ, മേഡം വന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും, മേഡത്തെ കാണണമെന്നാണ് ഇവിടുത്തെ ക്ലയൻറ്റ്സ് പറയുന്നത്, എന്നാലേ സൈൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ആദർശ് സാർ എൻ്റെ അടുത്ത് മേഡത്തിനെ വിളിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയണം. പക്ഷേ നമ്മുടെ പവിത്രയ്ക്ക് അറിയില്ല കേട്ടോ ഈ നയനയും ശ്രേയയും ഒന്നാണെന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ നയന വരികയാണ്. ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. വന്നു കഴിഞ്ഞ് ആദർശിനെ കാണുമ്പോൾ ഇങ്ങനെ ആദർശ് ഇങ്ങനെ നോക്കുമെങ്കിലും മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. ക്ലയൻസ് അല്ലേ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നയന പിന്നെയും ഈ ക്ലയൻസ് ചോദിക്കും, ഈ ഡിസൈൻ വരച്ച ആൾ എവിടെയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് സാർ, ഞാനാണ് ഈ ഡിസൈൻസൊക്കെ വരച്ചതെന്ന് പറഞ്ഞിട്ട് വരികയാണ്. വരുമ്പോൾ ആദർശ് ഞെട്ടലോടുകൂടി നോക്കുകയാണ്, നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ആ ഡിസൈൻസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ മോഡൽസും എല്ലാം നമ്മുടെ നയന പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഓരോ ക്ലയൻസും അതെല്ലാം കേട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് അവർ സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് അവർ പോയതിന് ശേഷം ആദർശ് പറയും, നീ എന്തിനാ ഇങ്ങനെ കള്ളപ്പേര് പറഞ്ഞിട്ട് ഇവിടെ വന്നത്, എന്നെക്കൊണ്ട് സൗണ്ട് മാറ്റി സംസാരിച്ചതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കണം. അപ്പോൾ നയന പറയും, ഞാൻ സത്യസന്ധമായിട്ട് ചിത്രമൊക്കെ വരച്ചു തന്ന് ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് തന്നപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായില്ലേ, നിങ്ങളത് ചുരുട്ടി വലിച്ചെറിയുക ചെയ്തത്, അപ്പോൾ എന്താ എനിക്ക് സങ്കടമായി എന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ പവിത്രയുടെ അടുത്ത് കൊടുത്തിട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായില്ലേ, ഞാൻ എത്ര സൂപ്പർ ഡിസൈൻസാണ് വരച്ചിട്ടുള്ളത്. എന്തായാലും ആദർശിന് നല്ല സന്തോഷമായി. പിന്നെ നയനയുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഒരു സമാധാനം കിട്ടി. പിന്നെ നേരെ നമ്മുടെ പവിത്രയുടെ അടുത്ത് ഫോൺ ചെയ്ത് പറയണം, പവിത്ര, ഇത് നിൻ്റെ മേഡത്തിന് കൊണ്ടുപോയി കൊടുത്തോ, മേഡം വരച്ച് തന്നതിനുള്ള പ്രതിഫലമാണെന്ന് പറഞ്ഞിട്ട് ഒരു 50,000 രൂപ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട സാറിന് പറഞ്ഞിട്ട് പവിത്ര കൊടുക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പവിത്ര കൊടുത്താലും നയനി അത് മേടിക്കുന്നില്ല, എനിക്ക് ആ പൈസ ആവശ്യമില്ല, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാനിത് ചെയ്യുന്നതെന്നെല്ലാം ഇതിൽ പറയുന്നത് കേട്ടോ.